കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ നെയ്ച്ചാള കിട്ടി. നെയ്ച്ചാള ഞാൻ വെട്ടിയപ്പോൾ അതിനകത്ത് നിറച്ച് പരിഞ്ഞിൽ. ആ പരിഞ്ഞിലുമൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് നെയ്ച്ചാളയും കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. എങ്ങനെയെന്ന് വെച്ചാൽ 3 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 7 കഷ്ണം വെളുത്തുള്ളി, ഒരു 10 ചുമന്നുള്ളി, ഒരു 5 പച്ചമുളക്. ഇത് ഇത്രയും കൂടെ നല്ല മഷി പോലെ അരയ്ക്കേണ്ട, തരിതരാ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഒരു 3 തണ്ട് കറിവേപ്പില ഈ അരപ്പിൽ ഇട്ട് അതും ഒന്നടിക്കണം. ഈ അരപ്പിൽ തന്നെ പാകത്തിന് പിഴിപുളിയും ഉപ്പും അരപ്പിൽ തന്നെ ചേർത്ത് ഈ മീനിനകത്ത് നല്ലതുപോലെ കുഴച്ച് റെസ്റ്റ് ചെയ്യാം. അടച്ചങ്ങ് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവായും ഇട്ട് ഒരു 10 ചുമന്നുള്ളി ചതച്ച് അത് എണ്ണയിലിടണം. എണ്ണയിലിട്ട് ഉള്ളി അങ്ങ് വഴന്ന് വരുമ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി. ചെറുത് മീഡിയം ആണെങ്കിൽ 2 തക്കാളി അങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും അങ്ങിട്ട് കൊടുത്ത് കറിവേപ്പിലയും ഒരു തണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ തക്കാളി വഴന്നതിന് ശേഷം അരപ്പിന് ഈ മീനും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. ചട്ടിക്കകത്ത് ഒഴിച്ച് കൊടുത്ത് സ്പൂണ് വെച്ച് പതുക്കെ ഇളക്കി മറിച്ച് ആവിയിലൊന്ന് അടച്ചിടണം. അടച്ചിടുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ചാറ്, നമ്മൾ പുളിയും ഉപ്പും എല്ലാം ചേർത്ത് ആ ചാറിറങ്ങി വരും. അതങ്ങ് വറ്റി വന്നതിന് ശേഷം തീ കുറച്ചേ വയ്ക്കാവൂ, മൂട്ട് പിടിക്കരുത്. വറ്റി വന്നതിന് ശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ചൂടുവെള്ളമേ ഒഴിക്കാവൂ. ഒഴിച്ച് നല്ലതുപോലെ മൂടൊക്കെ ഇളക്കി ആവി കിടന്ന് അങ്ങ് വേവും. തുറക്കേ ചെയ്യരുത്. വെന്ത് വന്ന് ഒരു പരുവമായെന്ന് മനസ്സിലാവുമ്പോൾ തുറന്ന് നല്ലതുപോലെ ചുവടൊക്കെ ഇളക്കി വെന്ത് കുഴഞ്ഞെന്ന് മനസ്സിലാവുമ്പം കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില പൊട്ടിച്ച് ഇട്ട് അടച്ച് കറി അടച്ച് അടുപ്പും അണച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇട്ടിരിക്കണം. ഇട്ടതിന് ശേഷം ചീനിയുമായിട്ടോ ചോറുമായിട്ടോ ചപ്പാത്തിയുമായിട്ടോ എന്തുമായിട്ടോ ഈ കറി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പം പരിഞ്ഞിലും ഞാൻ കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം പുളിയും എല്ലാം ഒഴിച്ച് ആ പരിഞ്ഞിലും വേവിച്ച്